ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന വടകര എംപിയുടെയും MLAയുടെയും നിലപാടുകൾക്കെതിരെ LDF നേതൃത്വത്തിൽ വടകരയിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം കോട്ടപ്പറമ്പിൽ സമാപിച്ചു. പ്രതിഷേധ പരിപാടി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കേരള ഭരണം മാറുമ്പോൾ അതിന്റെ കൂട്ടായി BJPയും DYFIയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇത്തരത്തിൽ ഏതെങ്കിലും ജനപ്രതിനിധികളെയോ രാഷ്ട്രീയ നേതാക്കന്മാരെയോ തെരുവിലിട്ട് ആക്രമിക്കുന്ന സ്വഭാവക്കാരല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ അവരെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യുന്ന, കയ്യേറ്റം ചെയ്യുന്ന സ്വഭാവം ഒരിക്കലും ഞങ്ങൾ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഷാഫിയോട് എന്താണ് ഈ നഗരത്തിലെ ജനങ്ങൾക്ക് രോഷമുണ്ടാവാൻ കാരണം? കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ ഈ നാട്ടിലുണ്ട്? കോൺഗ്രസിൻ്റെ MP ആയിരുന്നല്ലോ ഇദ്ദേഹം വരുന്നതിന് മുമ്പും ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. മുരളീധരൻ MP ആകുന്നതിന് മുമ്പ് വേറെയും കോൺഗ്രസ്സുകാർ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ തെരുവിൽ തടഞ്ഞു നിർത്തി വിചാരണ ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും വിജയിച്ചത് UDF അല്ലേ? അതിൽ കോൺഗ്രസ്സാണ് ഏറ്റവും കൂടിയ എണ്ണം. കോഴിക്കോട് കോൺഗ്രസ്സാണ്, പാലക്കാട് കോൺഗ്രസ്സാണ്,
തൃശ്ശൂർ അങ്ങ് എറണാകുളം കോൺഗ്രസ്സാണ്, അങ്ങനെ ഭൂരിപക്ഷം കോൺഗ്രസ്സാണ്. അവരെ ആരെങ്കിലും തെരുവിലിട്ട് വിചാരണ ചെയ്തോ? അങ്ങനൊരു രീതി കേരളത്തിലില്ല. വടക്കേ ഇന്ത്യയിലാണ് ചിലപ്പോൾ രാഷ്ട്രീയ രംഗത്ത് അനിഷ്ടകരമായ അഭിലഷണീയമല്ലാത്ത ചില പ്രവണതകളൊക്കെ കാണാറുള്ളത്. അത്തരം ഒരു പ്രവണത ഇവിടെയില്ല. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അത് ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കും, ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കും. തെരുവിലിട്ട് കയ്യേറ്റം ചെയ്യാൻ മാത്രമുള്ള ഒരു ഉഗ്രപ്രതാപിയാണോ ഇവിടെയുള്ള MP? അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ DYFIക്കോ വടകരയിലെ MP ഈ നഗരത്തിലൂടെ സഞ്ചരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്താൽ വളരെ എളുപ്പത്തിൽ കടന്നു പോകാമെന്ന് കരുതുന്നുണ്ടോ? അത്ര ആയാസത്തോടെ ആ രീതിയിലൊന്നും ഒരിക്കലും LDF പ്രവർത്തിക്കാറില്ല, DYFI ചിന്തിക്കാറില്ല, ഒരു പാർട്ടിയും ചിന്തിക്കാറില്ല. അദ്ദേഹത്തോട് പ്രതിഷേധം ഉണ്ടാവാൻ കാരണമെന്താണ്? അത് നേരത്തെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനോട് പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന യുവ നേതൃത്വ നിരയിൽ അടുത്ത കാലത്ത് കോൺഗ്രസിൽ ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന ആക്ഷേപങ്ങളും ഇതുപോലുള്ള പൊതു സദസ്സുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ ഇരിക്കുന്ന സദസ്സുകളിൽ വളരെ വിശദീകരിച്ച് പറയാൻ കൊള്ളരുതാത്ത സംഭവങ്ങളും ഉയർന്നു വന്നപ്പോൾ അതിൽ പ്രതിയായ രാഹുലിനെ ഇദ്ദേഹം സംരക്ഷിക്കുന്നു എന്ന ബോധ്യമാണ് അദ്ദേഹത്തിനെതിരായ പ്രതിഷേധം ഉയരാൻ കാരണം. വേറെയും കോൺഗ്രസ് നേതാക്കന്മാരില്ല ആരെങ്കിലും ഇതുപോലെ പ്രതിഷേധിക്കുന്നുണ്ടോ? അവർക്കാർക്കെങ്കിലും ഇതുപോലുള്ള പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ? രാഹുലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നതിലും ഇദ്ദേഹം വലിയ പങ്കുവഹിച്ചു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഷാഫി. അത് മാറി രാഹുലിനെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഇദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വ്യാജ ഐഡൻറ്റിറ്റി കാർഡുകൾ ഉണ്ടാക്കിയെന്ന ആക്ഷേപം യൂത്ത് കോൺഗ്രസ്സിലുണ്ടായി. യൂത്ത് കോൺഗ്രസ് തന്നെ ആക്ഷേപം ഉന്നയിച്ച്. ഏതെങ്കിലും സംഘടനയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വ്യാജ കാർഡുകൾ ഉണ്ടാക്കി വോട്ട് ചെയ്ത് പാർട്ടി നേതാവിനെ തിരഞ്ഞെടുത്തു എന്ന്? കേരളത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ? കോൺഗ്രസ്സിന് മുമ്പുണ്ടായിട്ടുണ്ടോ? ഇത്തരം പോക്കിരിത്തരങ്ങളെല്ലാം ചെയ്യാൻ നേതൃത്വം കൊടുത്ത യൂത്ത് നേതാക്കന്മാരാണ് ഈ പറയുന്ന എല്ലാവരും. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജയിക്കാറുണ്ട്. 2019 UDF ജയിച്ചില്ലേ? ഭൂരിപക്ഷ സീറ്റുകൾ UDF ജയിച്ച്. ഒരു സീറ്റ് മാത്രമാണ് LDFന് കിട്ടിയ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 24 അതുപോലെ തന്നെ LDFന് ഒരു സീറ്റേ ഉള്ളൂ. 2019 19 സീറ്റും UDF ജയിച്ചതിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന് 21 നിയമസഭയിൽ ജയിച്ചത് LDF ആണ്. 2019 കഴിഞ്ഞ് 21 ഒരു കൊല്ലവും ചില്ലറേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിധിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുപോലെ തന്നെയാണ് 2024 തെരഞ്ഞെടുപ്പ് ഫലം കാത്ത് അതാണ് ആവർത്തിക്കാൻ പോകുന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരാൾക്കും വേണ്ട. 2025 അത് ഇന്നുണ്ടായ വിവാദങ്ങൾ ഞങ്ങളെ കൊണ്ടുണ്ടായതല്ലോ. അതിന് ഉത്തരവാദികളാരാ? യൂത്ത് കോൺഗ്രസ്സാണ്. മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. ഇതിൻ്റെയൊക്കെ പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും വലിയ പ്രശ്നങ്ങളാണ്. എവിടെ എത്തി നിൽക്കുന്ന ആർക്കറിയാം. മുഖ്യമന്ത്രിയാവാൻ പ്രതിപക്ഷ നേതാവിന് ആഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികം. മുൻ പ്രതിപക്ഷ നേതാവിന് ആഗ്രഹം ഉണ്ടാകുന്ന അതും സ്വാഭാവികം. അതിനേക്കാളൊക്കെ വലിയ നേതാവ് AICC ജനറൽ സെക്രട്ടറി വേറെയുണ്ട്, അയാൾക്കും താല്പര്യമുണ്ട്. അപ്പോൾ അവർക്കിടയിലുള്ള ഈ ചക്കുളത്തി പോരാട്ടത്തിനിടയിൽ പലതും നടക്കുകയാണ് കേരളത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ യോജിച്ചു നിന്ന് ഒരു ജനകീയ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ഒരു കാലത്തും കോൺഗ്രസിന് കഴിയില്ല. അതിനിടയിലാണ് കേരളത്തിൻ്റെ എല്ലാ ധാർമ്മികതയും മര്യാദകളെയും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള ഈ പെരുമാറ്റ പ്രശ്നം ഉണ്ടായത്. സ്ത്രീകളോടുള്ള മോശമായ പെരുമാറ്റം. എന്തുകൊണ്ടാണ് മാതൃകാപരമായ ഒരു നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാത്തത്?
അസംബ്ലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിയാത്ത എന്താ? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? ഇപ്പോൾ അസംബ്ലിയിൽ നിന്ന് മാറിയിരിക്കണം എന്ന് പറഞ്ഞ് അയാൾ രാജിവെച്ചാൽ പോലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഉപതെരഞ്ഞെടുപ്പ് വരാനിടയില്ല. ആറ് മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ചിലർ ഭയക്കുന്നു. അത്തരം നടപടി സ്വീകരിച്ചാൽ ഇങ്ങോട്ട് വല്ലതും പറയാനുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തിയോ? അങ്ങനെയൊക്കെ കേൾക്കുന്നു, ആർക്കറിയാം. ഏതായാലും പരമ നാറ്റക്കഥയാണ് കോൺഗ്രസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദുഷിച്ച് നാറിയ ഒരു പാർട്ടി കേരള ചരിത്രത്തിൽ വേറെയില്ല. ഈ രാഷ്ട്രീയം ശരിയായ നിലയിൽ ഉൾക്കൊള്ളാനും കേരളത്തിൻ്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന പോരാട്ടങ്ങളിൽ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനം. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.